ടീച്ചേഴ്സിന് വന്ദനം. പ്രിയപ്പെട്ട അധ്യാപകരെ, സ്നേഹമുള്ള സഹപാഠികളെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ലഹരിയുടെ അതിപ്രസരത്തെക്കുറിച്ചാണ്. ഇന്നത്തെ സമൂഹത്തിൽ ലഹരി ഒരു വലിയ വെല്ലുവിളിയായി മാറുന്നു. മദ്യപാനം, പുകയില, ഗാഞ്ച, മയക്കുമരുന്ന് തുടങ്ങിയ വളരെ സുലഭമായി ലഭിക്കുന്നു. ആദ്യം കൗതുകത്തിനായി തുടങ്ങുന്ന ഉപയോഗം പിന്നീട് അടിമത്തത്തിലേക്ക് നയിക്കുന്നു. ലഹരിയുടെ അതിപ്രസരം ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെയും കുടുംബത്തിൻ്റെ സമാധാനത്തെയും സമൂഹത്തിൻ്റെ മുന്നേറ്റത്തെയും ബാധിക്കുന്നു. രോഗങ്ങളും അപകടങ്ങളും കുടുംബകലഹങ്ങളും സാമ്പത്തിക തകർച്ചയും ഇതിൻ്റെ ലഹരിയുടെ ഗുരുതര ഫലങ്ങളാണ്. ഒരിക്കൽ കുടിക്കലായാൽ അതിൽ നിന്ന് മോചനം ലഭിക്കാൻ അതീവ ബുദ്ധിമുട്ടാണ്. ശ്വാസകോശ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, മാനസിക സമ്മർദ്ദം, ആത്മഹത്യാ ശ്രമങ്ങൾ ഇവയെല്ലാം ലഹരിയുടെ പ്രത്യാഘാതങ്ങളാണ്. ലഹരി തിന്മയുടെ താക്കോലാണ്. ലഹരി ഒരു വ്യക്തിയെ മാത്രമല്ല സമൂഹത്തെ കൂടി ബാധിക്കുന്ന വിപത്താണ്. വ്യക്തി, കുടുംബം, ജീവിതം, സമൂഹം, അതിനുള്ളിലേക്ക് ലഹരിക്ക് സ്ഥാനമില്ല എന്ന് ഗാന്ധിജി പറയുന്നത് അതുകൊണ്ടാണ്. യുവാക്കളിൽ മാത്രമല്ല സ്ത്രീകളിലും കുട്ടികളിൽ പോലും ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നു. അതിനാൽ ലഹരിക്കരുത് കരുതൽ വേണം. നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ തുടക്കം കുറിക്കാം. നാം കുട്ടികൾ ചെറുപ്പം മുതൽ തന്നെ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കണം. ലഹരിക്കില്ല എന്ന് ഉറച്ചു പറയാം. നല്ല സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവഴിക്കുക, കളികളിൽ പങ്കെടുക്കുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, ഇവയെല്ലാം നമ്മെ ലഹരിയിൽ നിന്ന് രക്ഷിക്കുന്നു. ഒരു വിദ്യാർത്ഥി, ഒരു യുവാവോ ഒന്ന് പരീക്ഷിച്ചാൽ എന്ന ചിന്തയിൽ പോലും സ്വപ്നവും പഠനവും നഷ്ടമാകുന്നു, ജോലി നഷ്ടമാകുന്നു, കുടുംബം തകർന്നിരിക്കുന്നു, രോഗങ്ങൾ പിടിപെടുന്നു, ഒടുവിൽ ജീവൻ പോലും നഷ്ടമാകുന്നു. കൂട്ടുകാരെ, നമ്മുടെ ആരോഗ്യം, കുടുംബത്തിൻ്റെ സമാധാനം, സമൂഹത്തിൻ്റെ പുരോഗതി ഇതെല്ലാം നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പറയാം, ലഹരിക്കില്ല, ജീവിതത്തിനുണ്ട്. നന്ദി. കൂട്ടുകാരെ, എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.